നമ്മൾ അതിരപ്പള്ളി പോയതിൻ്റെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ. എന്തായാലും വന്ന ദിവസം നമുക്ക് വലിയ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ സമയമായിട്ടുള്ളൂ. പക്ഷെ നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മഴയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഗംഭീര മഴയൊന്നുമല്ല. പക്ഷെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണ് മഴയെക്കാളും കൂടുതലായിട്ട് നമ്മൾ കേൾക്കണത്. പിന്നെ ആ മഴയൊക്കെ കണ്ടപ്പോൾ രാവിലെ പിന്നീട് നമുക്ക് ഉറങ്ങാനൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ രണ്ടാളും അവിടെ ബാൽക്കണിയിൽ വന്ന് കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ കാണാത്തോണ്ടായിരിക്കാം ആ ഒരു എന്താ പറയുക രാവിലെ ആയി വരുന്നതിൻ്റെ രാവിലെ ആയിട്ടല്ല, എന്നാൽ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു മഴക്കാറും ആ ഒരു ഇരുട്ടൊക്കെ കുത്തി നിൽക്കുന്ന ആ ഒരു സമയത്തുകൊണ്ട് തന്നെ കാണാനും ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ വീട് തൃശ്ശൂരാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഇവിടേക്ക് വന്നപ്പോൾ അതിരപ്പള്ളിയിലേക്ക് വന്ന് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും നമ്മൾ വേറെ ഏതൊരു നാട്ടിലെത്തിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നാടാണ്, നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിട്ട് നമ്മൾ അത് കാണാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും വേറെ എവിടെയോ എത്തിയൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ അവിടെ നിന്ന് അധികം വലിയ ദൂരമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് അധിക ദൂരത്തേക്കൊന്നും പോകാനായിട്ട് നമുക്ക് അതും ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. കാര്യം ഇതിനു മുന്നേ നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നമ്മളിത് കാണാനായിട്ട് ഇതിനു വേണ്ടി മാത്രം വന്നതായതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് നമ്മൾ ആ ഒരു അതിരപ്പള്ളി പോകുന്ന ആ ഒരു റോഡിൻ്റെ ഭംഗിയും അതുപോലെ ചാർപ്പ വാട്ടർഫോൾസ് ആയാലും അങ്ങനെ എല്ലാ വെള്ളച്ചാട്ടങ്ങളിലെയും ഭംഗി ശരിക്കും നമ്മൾ ആസ്വദിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുള്ളത് വെൽക്കം ടു ലാൻഡ് ഓഫ് വാട്ടർഫോൾസ് എന്നാണ്. അത് എന്താണെന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായെന്നല്ല, ഒരു വെള്ളച്ചാട്ടങ്ങളുടെ ഒരു നാടെന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം. അതായത് ഇപ്പോൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ട്, അതുപോലെ ചാർപ്പ വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ കുറച്ചുകൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി പോലെ തന്നെയുള്ളതാണ് വാഴച്ചാൽ എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് പണ്ടൊക്കെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ ചെറുതായിട്ട് കാലൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തുമ്പൂർ മൊഴി, അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ ഈ പോകുന്ന ഈ ഒരു റൂട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വെൽക്കം ടു ലാൻഡ് ഓഫ് വാട്ടർഫോൾസ് എന്നൊക്കെ ഉള്ള ഒരു ബോർഡ് വെച്ചതിൻ്റെ ആ ഒരു കാര്യം. പിന്നെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള നമ്മളെവിടെ പോയാലും നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാമെന്നാണ്. അങ്ങനെ അന്നമ്മൊക്കെ എണീറ്റ് വന്നു. ജോ പിന്നെയും കുറച്ച് നല്ല ക്ഷീണമൊക്കെ തീർത്ത് കുറച്ച് നേരം കൂടിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ രണ്ടാളെയും കുത്തിപ്പൊക്കി എണീപ്പിച്ച് വേഗം റെഡിയാക്കായിരുന്നു. അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട്. പിന്നെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ അത് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയ സമയമൊക്കെ ആയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് നമ്മൾ ആ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കാണാനായിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഫുഡ് എടുക്കാനായിട്ട് നമ്മൾ വന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ ഓരോരുത്തർക്കുള്ള ഫുഡൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. ഫുഡ് നല്ലതായിരുന്നു. അങ്ങനെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റാത്തതൊന്നുമല്ലായിരുന്നു. എല്ലാ ഫുഡും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ഇതേ തന്നെ ആ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ്. അതായത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ഒരു ഭാഗത്തും എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെയുള്ളത് മെയിനായിട്ട് എടുക്കണത് ഇതുപോലെയുള്ള നല്ല ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എടുക്കാനും അതുപോലെ സോസേജും പിന്നെ വെഡ്ജസ്, പൊട്ടറ്റോ വെഡ്ജസ്, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുക. പിന്നെ ബാക്കി എന്തൊക്കെയോ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആവശ്യത്തിന് കഴിച്ചു. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആ വാട്ടർഫോൾസിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ട്. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അത് നടന്നിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്കത് കാണാനായിട്ട് പോകാൻ. അപ്പോൾ അത്യാവശ്യം കുറച്ച് എനർജിയൊക്കെ ഫില്ല് ചെയ്താലേ നമുക്കത് നടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആവണേ. കുറച്ച് നേരത്തെ ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ട് വെയിൽ വന്നതിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും നമ്മളിവിടെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പിന്നെയും മഴയായി. അത് നമുക്കറിയാമല്ലോ, ഇതുപോലെയുള്ള ഇങ്ങനെ കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്നായിരിക്കും മഴ വരിക പോവുക. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ എന്തായി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോകാമെന്ന് വിചാരിച്ച പ്ലാന് പിന്നെയും നമ്മൾ മാറ്റി. കാരണം നമുക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം മഴ പിന്നെയും വന്നു. അപ്പോൾ മഴയത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം
വീണ്ടും നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു. അങ്ങനെ നമ്മൾ ആ ഒരു മഴയും, ഇത് കോടയാണോ എന്താണോ എന്നറിയില്ല, പക്ഷെ ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ ഒരു എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ ഒരു വ്യൂ കണ്ടിട്ട് പിന്നെയും നമ്മൾ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഇനി മഴ മാറിയിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാനും ആ ഒരു ഫുൾ വ്യൂ കാണാനായിട്ട് പോകാനായിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറിയെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി. ഇനിയും നമ്മൾ മഴ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെയും മഴയായിരുന്നു വരാം. കാരണം അവിടെ പെട്ടെന്നാണല്ലോ ക്ലൈമറ്റ് ചേഞ്ച് ആവണം. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ മാറിയ സമയമായപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് അവർ വലിയ 2 അംബ്രല്ലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ആ റിസോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഫുൾ വ്യൂ കാണാനായിട്ട് ഇവിടെ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ തന്നെ ആ റിസോർട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറ്റില്ല. നമ്മൾ അതായത് അതിരപ്പള്ളി നമ്മൾ ആ വാട്ടർഫോൾസ് കാണാനായിട്ട് പോകുന്നതിൻ്റെ ആ മെയിൻ എൻട്രൻസിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഇത് വാട്ടർഫോൾസ് കാണാനായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അവർ റിസോർട്ടിൽ നിന്ന് തന്നെ അത് നമുക്ക് അവരെടുത്ത് തരും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഇത് എടുത്തു തരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ റിസോർട്ടിലത്തെ ഒരു സ്റ്റാഫ് ആരെങ്കിലും നമ്മുടെ കൂടെ വരും. എന്നിട്ട് അവർ നമുക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അതിനുള്ളിലോട്ട് കയറുന്നത്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടല്ലോ. അതിരപ്പള്ളി വന്നിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് അതിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം പിന്നെ നമുക്ക് താഴോട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ആ നടക്കുന്നതൊന്നും അധികം എടുക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 മക്കളെയും പിടിച്ചിട്ട് വേണം നമ്മളിത് ഇറങ്ങാനും. പിന്നെ അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തപ്പോൾ കൊടയും കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കാണുന്ന ഭാഗത്തേക്ക് എത്തി. അതിരപ്പള്ളി വരാറുണ്ടെങ്കിലും ഇത് നടക്കുന്നത് കുറച്ചൊരു ചെറിയൊരു വലിയ ടാസ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കിത് നടക്കാനായിട്ട് കുറച്ച് പാടാണ്. അത്യാവശ്യം നമുക്ക് ഇങ്ങോട്ട് നടന്നിറങ്ങാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് നിന്ന് നമ്മൾ മിക്കവാറും കാണാറുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കാണാനും ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ അടുത്ത് അതിരപ്പള്ളി കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പോയതും ആ കണ്ടതൊന്നും വെറുതെ ആയില്ല. നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാറുണ്ടെങ്കിലും ഇതുപോലെ അതിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് വെള്ളച്ചാട്ടം കാണാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഇറങ്ങി വന്നത് നന്നായി. ഇനി നമ്മളത് കാണാനായിട്ട് വരുമ്പോൾ നമ്മൾ മഴ കൊണ്ട് നനഞ്ഞില്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ നനയും കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ അംബ്രല്ല തന്നത്. മഴയില്ലെങ്കിലും ചിലപ്പോൾ അവർ കുട തരുന്നുണ്ടാവാം. കാരണം നമ്മൾ അതിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് നനയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ നനഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ഈ കുട തരുന്നേക്കാളും ഒരു റെയിൻ കോട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ പിന്നെ നമുക്കത് ഫ്രീ ആയിട്ട് നടക്കും ചെയ്യാൻ, നമ്മൾ ഒട്ടും നനയില്ല. ഇതിപ്പോൾ ഒരു ചെറിയ കുട ഉണ്ടായിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല, നമ്മളെല്ലാവരും ആകെ നനഞ്ഞു. അപ്പോൾ ഈ ഒരു താഴേക്ക് ഇറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും നല്ല മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ റെയിൻ കോട്ട് എന്തെങ്കിലും കയ്യിൽ വെക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മൾ എന്തായാലും നനയും. ഇതിപ്പോൾ നമുക്ക് നനഞ്ഞാലും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റേ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെയുള്ള റെയിൻ കോട്ടൊക്കെ പിടിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ രാവിലെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ എൻട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ നമ്മൾ വന്നതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് മേലേക്ക് കയറി വന്നപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ മാറി. പിന്നെ ഇതാ കാണുന്നുണ്ടല്ലോ, വെയിലായി തുടങ്ങി. വെയിലുണ്ടെങ്കിലും ഇതിനുള്ളിൽ നിറച്ച് മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വെയിലൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കപ്പോൾ മഴയില്ലാതെ നമുക്ക് അങ്ങോട്ട് നടക്കാനും പോകാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ താഴേക്ക് കുറച്ചും കൂടി ഭാഗം കാണാനായിട്ട് നമ്മളപ്പോൾ വന്നതിൻ്റെ അന്ന് നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെറിയൊരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട് കുട്ടികൾക്കായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കും പിന്നെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല, നമ്മൾ അതിൻ്റെ തലേന്ന് വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ വരെയൊക്കെ ഒന്ന് വെറുതെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നത്.
പക്ഷേ ഇവിടെ പിന്നെ എന്തൊക്കെയോ സേഫ്റ്റി ഇഷ്യൂസൊക്കെ കാരണം ഇപ്പോൾ ഒരു എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് നമുക്ക് എൻട്രി ഇല്ല. നമ്മൾക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഇനി കാണാനായിട്ട് പോകാൻ. പക്ഷെ ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ ആ ഒരു എൻട്രി ഫസ്റ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാത്തതുകൊണ്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് പറ്റുന്ന ചെറിയൊരു സ്ലൈഡും ചെറിയൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെയും കൊണ്ട് വന്നപ്പോൾ ആ പിള്ളേർ നന്നായി എൻജോയ് ചെയ്തോടെ. അപ്പോൾ രണ്ടാൾ ഊഞ്ഞാലിരിക്കാനുള്ള അടിയും വാശിയും ബഹളമൊക്കെയാണ് ഈ കാണുന്നത്. ഒരാൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അനിയത്തിക്ക് ആടണം, അനിയത്തി ഇരിക്കുമ്പോഴേക്കും ചേട്ടൻ ഇരിക്കണം. അങ്ങനെ എന്തായാലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് തന്നെ കാണാൻ പറ്റും. അത് പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു റിസോർട്ടിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ വ്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വാട്ടർഫോൾസ് ആയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ കുറച്ച് ഇറങ്ങിയപ്പോഴേക്കും മഴ ചെറുതായി പെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഡ്രസ്സും നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് കാര്യമായിട്ടൊന്നും എടുക്കാനില്ല. ഒരു ദിവസത്തെ സ്റ്റേക്കേഷനാണല്ലോ നമ്മൾ വന്നതുകൊണ്ട് അധികം നമുക്ക് എടുത്തു വയ്ക്കാനൊന്നും ഇല്ലെങ്കിലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടിയും ഐറ്റംസ് കൂടുതലുണ്ട്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി നമ്മളങ്ങനെ അതിരപ്പള്ളിയോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ചെക്കൗട്ടിനുള്ള സമയമായി. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. നമ്മളപ്പോൾ റിസപ്ഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ പേയ്മെൻറ്റും അങ്ങനത്തെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനി അവിടെ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വേറെ ഒരു ചെറിയൊരു വാട്ടർഫോൾസും നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ചെറിയൊരു ഇതും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല. എന്തായാലും ഇത്രയും ടൈം ആയല്ലോ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ വീട് എത്തിയാൽ മതി എന്നാണ്. അവർക്ക് ഈ വന്ന സ്ഥലമൊന്നുമല്ല അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, കളിക്കണം എന്നുള്ളതാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എവിടെ നിന്നില്ല, നേരെ വീട്ടിലേക്കാണ് പോയി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ വെയിലും ഇല്ല. അങ്ങനെ വെയിലും മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ സൈഡിൽ നമ്മൾ പോകുമ്പോൾ, അതായത് നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ടൗണിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ വെള്ളച്ചാട്ടമല്ല എന്നാലും ആ ഒരു വെള്ളമൊക്കെ, അതായത് അതിരപ്പള്ളിയിൽ നിന്നുള്ള വെള്ളം ഒഴുകണതൊക്കെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഇത്രയും പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടായിരിക്കാം എനിക്കത് പ്രത്യേകതയായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഇത്രയും നാളിത് വരുന്നുണ്ടെങ്കിലും വെറുതെ ഒന്ന് വന്ന് പോകാന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമാണ് ഓരോ സ്ഥലവും എന്താണെന്നും അവിടുത്തെ ഭംഗിയൊക്കെ ശരിക്കും കണ്ട് നന്നായി എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു.